ഹലോ കൂട്ടുകാരെ, അപ്പം ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിലെ യൂണിറ്റ് 1 ഹോങ്ക് ഹോങ്ക് ടൂത്ത് ടൂത്ത് എന്ന ഈ ഒരു പാഠാണ് കേട്ടോ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് ഒരു കുഞ്ഞു കഥയാണ്. നിങ്ങളുടെയൊക്കെ ഉമ്മമാരും വീട്ടിലുള്ളവരൊക്കെ പറഞ്ഞു തരുന്നത് പോലത്തെ ചെറിയൊരു കുഞ്ഞു കഥയാണ് കേട്ടോ. നമുക്ക് ആ കഥയൊന്ന് കണ്ടിട്ട് വന്നാലോ. അപ്പോൾ ഇതിലത്തെ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അല്ലേ? ഒരു ബസ്സും ഒരു കാറും കാണുന്നുണ്ടാവും അല്ലേ? അപ്പോൾ ഇവരാണ് ഇതിലത്തെ ക്യാരക്ടേഴ്സ് കേട്ടോ. അപ്പോൾ കഥ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ശേഷമായിരിക്കും നമ്മൾ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പം എന്താണ് കഥ എന്നുള്ളത് ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ. ദിസ് ഈസ് എ ബസ്. എന്താണിത്? ഇതൊരു ബസ്സാണ്. എ ബ്ലൂ ബസ്. ഈ ബസ്സിൻ്റെ നിറം എന്താ? ബ്ലൂ കളർ അല്ലേ? അപ്പോൾ ഇതൊരു ബ്ലൂ ബസ്സാണ്. ദ ബസ് ഈസ് ബിഗ്. ബിഗ് എന്ന് പറഞ്ഞാൽ എന്താ? എഴുതിയിട്ടുണ്ടല്ലോ, വലുതാക്കി എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ബിഗ് എന്ന് പറഞ്ഞാൽ എന്താ? വലുത് അല്ലേ? ഈ ബസ് വലുതാണ്. അതിന് താഴെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടല്ലോ. എന്താണ് ആ ക്വസ്റ്റ്യൻ? ഒന്ന് വായിച്ചേ. വാട്ട് ഈസ് ദ കളർ ഓഫ് ബസ്? എന്താ ബസ്സിൻ്റെ കളർ? ബ്ലൂ അല്ലേ? അപ്പോൾ ബസ്സിൻ്റെ കളർ എന്താ? ബ്ലൂ. നെക്സ്റ്റ് പേജ് കണ്ടോ? അതുപോലെ തന്നെ എഴുതിയിരിക്കണേന്നല്ലേ. ദിസ് ഈസ് എ കാർ. ഇതെന്താണ്? ഒരു കാറാണ്. എ റെഡ് കാർ. കാറിൻ്റെ നിറം എന്താണ്? റെഡ് കാർ. ദ കാർ ഈസ് ചെറുതാക്കിയിട്ടല്ലേ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്താ? സ്മോൾ. സ്മോൾ എന്ന് പറഞ്ഞാൽ എന്താ? ചെറുതാണ്. അതിന് താഴെ ഒരു ക്വസ്റ്റ്യൻ കാണുന്നുണ്ടല്ലേ. വാട്ട് ഈസ് ദ കളർ ഓഫ് ദ കാർ? എന്താ കളറ്? റെഡ് കളർ. റെഡ് കളറാണ് കാറിന് കൊടുത്തിട്ടുള്ളത് അല്ലേ? എന്താ എഴുതിയിരിക്കുന്നേ? ഐ ആം എ ബസ്. ഞാനൊരു ബസ്സാണ്. ഐ ആം എ ബസ്. ഞാൻ ഒരു ബസ്സാണ്. ഹോങ്ക് ഹോങ്ക് ബസ്. ആ ബസ്സിൻ്റെ പേരെന്താണ്? ഹോങ്ക് ഹോങ്ക് ബസ് അല്ലേ? അവിടെ റോഡിലായിട്ട് എഴുതിയിട്ടുണ്ട് ദ ബ്ലൂ ബസ് ഈസ് ഓൺ ദ റോഡ്. റോഡിൻ്റെ മുകളിലാണ് ഈ ഒരു ബസ് നിൽക്കുന്നത് എന്നുള്ളത്. അതിന് താഴെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടല്ലോ. എന്താ ക്വസ്റ്റ്യൻ? വേർ ഈസ് ദ ബസ് ഗോയിങ്? അല്ലേ? ഏതിലൂടെ പോകുന്ന ബസ്? അതെ, റോഡിലൂടെ അല്ലേ? ഇനി നെക്സ്റ്റ് കാറ് കാണിക്കുന്നതുണ്ടോ? എന്താ പറയുന്നത്? ഐ ആം എ കാർ. ഞാനൊരു കാറാണ്. ഐ ആം എ കാർ. ഞാനൊരു കാറാണ്. എന്താ കാറിൻ്റെ പേര്? ടീത്ത് കാർ അല്ലേ? ദ റെഡ് കാർ ഈസ് ഓൺ ദ റോഡ്. എവിടെയാണ് കാർ നിൽക്കുന്നത്? റോഡിലല്ലേ? അപ്പോൾ താഴെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടല്ലോ. വേർ ഈസ് ദ കാർ ഗോയിങ്? അല്ലേ? എവിടെയാണ്? റോഡിൽ അല്ലേ? ഇതിലെന്താ പറയുന്നത്? ഐ ഹാവ് എ ഹോൺ. ബസ്സിന് എന്തുണ്ട്? ഹോൺ ഉണ്ട് അല്ലേ? ഹോങ്ക് ഹോങ്ക് എന്ന് സൗണ്ട് ഉണ്ടാക്കുന്ന ഹോൺ ഉണ്ട് എന്നാണ് പറയുന്നത്. അതിന് താഴെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടല്ലോ. കണ്ടോ? ഡു ഈസ് ദ ബസ് ഹാവ് ഓൺലി എ ഹോൺ? ഹോൺ മാത്രമേ ഉള്ളൂ ബസ്സിന്. നെയിം ദ അതർ പാർട്സ് ഓഫ് ബസ്. അപ്പം ബസ്സിന് വേറെ ഏതൊക്കെ പാർട്ടുണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് പറയൂട്ടോ. അതുപോലെ തന്നെ കാറും പറയാണ്. എന്താ പറയുന്നത്? ഐ ഹാവ് ലൈറ്റ്സ്. വൈറ്റ് ലൈറ്റ്. അവൾക്ക് വെള്ള കളറ് ലൈറ്റ് ഉണ്ടെന്ന്. ദ കാർ ഹാസ് 2 ലൈറ്റ്. ദേ ആർ വൈറ്റ്. 2 ലൈറ്റ് ഉണ്ട്, അത് വൈറ്റ് കളറാണ്. ഓക്കെ. അപ്പോൾ അതിന് താഴെ എന്താ എഴുതിയിരിക്കുന്നത്? ദ കാർ ഹാസ് മെനി പാർട്സ്. കാൻ യു നെയിം ദം? അല്ലേ? വേറെ ഏതെങ്കിലും പാർട്ട് ഉണ്ടെന്ന് നിങ്ങളൊന്ന് പേര് പറഞ്ഞേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശേഷം ബസ് പറയാണ് ഐ റൺ ഫാസ്റ്റ്. ഞാൻ സ്പീഡ് പോവാണ്. അപ്പോൾ കാറെന്താ പറയുന്നത്? മീ ടു. ഞാനും. അപ്പോൾ ഇവർ രണ്ടാളും നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി കഥ ഞാനൊരു സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാ കുഞ്ഞുങ്ങളും ഞാൻ ഇതുവരെ പറഞ്ഞ കഥ കറക്റ്റായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. എങ്കിൽ മാത്രമാണ് ബാക്കി മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ സെക്കൻഡ് പാർട്ടുമായിട്ട് വരാം. അപ്പോൾ താങ്ക് യു.